guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, സെപ്റ്റംബർ 3-ാം തീയതി മുതൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ ഓണ പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കാണണോ എങ്കിൽ പേടിക്കണ്ട. MS സൊല്യൂഷൻ ഇതാ സൊല്യൂഷൻസുമായിട്ടാണ്, വേണ്ട ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും മർമ്മപ്രധാനമാണ്. ഇനി ആകെ 9-10 ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ എക്സാമിനേക്കുള്ളുവെങ്കിലും നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു വലിയൊരു ജേണിയിലേക്കാണ്, ഒരു യാത്രയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ ഞാൻ കയറ്റാൻ പോവുക. ആ ട്രെയിനിന് സ്റ്റോപ്പില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഓണ പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കാണാൻ, ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരങ്ങൾ എഴുതണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും MS-ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഓണപ്പരീക്ഷയുടെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, ഹാളിൽ നിന്ന് ഓർക്കും, MS പറഞ്ഞതേ ചോദ്യങ്ങളാണല്ലോ വന്നിരിക്കുന്നത്, ഇതെന്താ ഇയാൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയോ എന്നൊക്കെ തോന്നിയേക്കാം. സർവ്വസാധാരണമായ വിഷയം. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ തൊട്ട് നിങ്ങൾക്കൊരു അടിപൊളി സീരീസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? കറക്റ്റ് ശ്രദ്ധിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് ലാസ്റ്റ് വരെ നിങ്ങൾ കേട്ടോളൂ കേട്ടോ. ഒരു സീരീസ് ഉണ്ട്, SSLC ഓണം എക്സാമിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ, ഫുൾ ചാപ്റ്റേഴ്സ് റിവിഷൻ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടിയുള്ള റിവിഷൻ. ഈ റിവിഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. കാര്യം ഈ റിവിഷൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, മാത്സ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാനുണ്ട് അല്ലേ? എടാ, നിങ്ങൾക്ക് സെപ്റ്റംബർ 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണല്ലോ മാത്സ് പരീക്ഷ. ആ മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അടങ്ങിയ തിയറി ആദ്യമേ നിങ്ങൾ പഠിച്ചാൽ, അതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവോ? സിമ്പിളാവോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ അങ്ങനത്തെ ഒരു സീരീസാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 28 വരെ കൃത്യമായിട്ട് 6 ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് 6 ടീച്ചേഴ്സാണ്. 6 ടീച്ചേഴ്സ്. ആ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നതെന്നറിയോ? ദാ നോക്കിക്കേ. ആദ്യം നാളെ 23-ാം തീയതി ഫ്രൈഡേ, വെള്ളിയാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ ബയോളജിയുടെ നബ്ഹാൻ സാറാണ്. ഓക്കെ, ബയോളജിയുടെ നബ്ഹാൻ സാർ എന്താ പഠിപ്പിക്കാന്നറിയോ? ഓണപ്പരീക്ഷയ്ക്ക് എവിടം വരെയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നോട്ട് ദ പോയിന്റ്, ഓണപ്പരീക്ഷയ്ക്ക് ബയോളജിയിൽ എവിടം വരെയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവിടം വരെ സാറ് ക്ലാസ് എടുക്കും ആ തിയറിയിൽ. പക്ഷെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, സാർ എല്ലാം പറയൂല. പിന്നെന്താ പറയാ? സാറ് നിങ്ങളുടെ ഓണപ്പരീക്ഷാ പേപ്പറിൽ എന്താണോ ചോദിക്കാൻ പോകുന്നത് അതിൻ്റെ തിയറിയാണ് പറയാം. മനസ്സിലായില്ല. അടുത്ത നോക്കിക്കോ. ഓഗസ്റ്റ് 24-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ കിങ് ഓഫ് മാത്സ് ആയിട്ടുള്ള നമ്മുടെ സൈനു സാറാണ്. സൈനു സാർ എന്താ പഠിപ്പിക്കുക? ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 എവിടം വരെ ഓണപ്പരീക്ഷയുടെ പോർഷൻസ് എവിടം വരെയാണോ അവിടം വരെ ഫുള്ളിരുന്ന് പഠിക്കണം. മൂലൊക്കെ പഠിക്കണോ? വേണ്ട. സാർ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന തിയറിയും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. കാരണം എന്താ? ആ ഒരൊറ്റ ലൈവിലൂടെ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയുടെ പോർഷൻസും ഓണപ്പരീക്ഷയ്ക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ആകെ 9-10 ദിവസം മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല, തനിക്ക് വേണ്ടത് മാത്രം പഠിക്കുക, വേണ്ടാത്തത് ഒന്ന് മാറ്റിവെക്കുക എന്നുള്ള ചടങ്ങാണ് നീ ഇപ്പം ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. നാളെ വെള്ളിയാഴ്ച നബ്ഹാൻ സാറ് വരുന്നു, 24-ാം തീയതി ശനിയാഴ്ച മാത്സിന്റെ സൈനു സാറ് വരുന്നു. ദാ നോക്കൂ, ഓഗസ്റ്റ് 25 ഞായറാഴ്ച ജിയോഗ്രഫിയുടെ നമ്മുടെ മുത്തുമണി ഹുസൈൻ സാർ, സക്കീർ ഹുസൈൻ സാറ്, എൻ്റെ മോനെ സക്കീർ സാർ വരുന്നുണ്ട്. ഓഗസ്റ്റ് 26-ാം തീയതി മൺഡേ നിങ്ങളുടെ മുമ്പിലേക്ക് ഹിസ്റ്ററിയുമായിട്ട് നമ്മുടെ സ്വന്തം റിയ മിസ് വരുന്നുണ്ട്. ഓഗസ്റ്റ് 27 ട്യൂസ്ഡേ ഫിസിക്സുമായിട്ട് നെഹ മിസ് വരുന്നുണ്ട്. ഓഗസ്റ്റ് 28 ബുധനാഴ്ച കെമിസ്ട്രിയുടെ കിങ്ങിണിയോ എന്തോ ആയിക്കോട്ടെ ഞാനാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ 6 ആൾക്കാരും നിങ്ങളുടെ മുമ്പിലേക്ക് 6 സബ്ജക്റ്റുകളുമായിട്ട് വരുന്നുണ്ട്. ഈ 6 ലൈവുകളുടെയും പ്രത്യേകത ഓണപ്പരീക്ഷയ്ക്ക് എവിടം
എവിടം വരെയാണോ പഠിക്കാനുള്ളത് അതാണ് പഠിപ്പിക്കുന്നത്. ഒരു കണ്ടന്റ് പറയുന്നു, ക്വസ്റ്റ്യൻ പറയുന്നു, കണ്ടന്റ് പറയുന്നു, ക്വസ്റ്റ്യൻ പറയുന്നു, കണ്ടന്റ് പറയുന്നു, ക്വസ്റ്റ്യൻ പറയുന്നു. പക്ഷെ കണ്ടതാണോ പറയുക? യെസ്, കണ്ടതാണ് പറയുന്നത്. ഈ വരുന്ന ഓണപരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ കണ്ടുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് ഈ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ പിന്നെ പൊന്നു മക്കളെ, നിങ്ങൾ വേറൊരു നോട്ടിന്റെ പിറകെയും പോകേണ്ട, വേറൊരു ടെക്സ്റ്റ് ബുക്കിന്റെ പിറകെയും പോകേണ്ട, വേറൊരു ക്ലാസ്സുകളുടെ പിറകെയും പോകേണ്ട. MS-ന്റെ 6 ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്താൽ സയൻസിലെ ഒരു വിഷയത്തിൽ പോലും കുട്ടികൾക്ക് A+ നഷ്ടമാവില്ല എന്ന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഹിന്ദി എവിടെ? വരുന്നുണ്ട് ചെറുപ്പക്കാരാ. ഞാൻ ഓഗസ്റ്റ് 28 കൊടുത്തിട്ടുള്ളൂ. 29-ാം തീയതി എനിക്ക് വേണേൽ ഹിന്ദി കൊണ്ടുവരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. നിങ്ങൾ ഇനി ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നാളെ ഓഗസ്റ്റ് 23-ാം തീയതി നമ്മുടെ നബുഹാൻ സാറിന്റെ ലൈവാണ് ഫസ്റ്റ് വരുന്നത്. ആ ലൈവിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈവ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് പൊളിച്ചെടുക്കുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക, കാത്തിരിക്കുക. നാളെ നബുഹാൻ സാറിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ വരുന്ന 6 ദിവസം, വെള്ളി തൊട്ട് ബുധനാഴ്ച വരെയുള്ള 6 ദിവസം നിങ്ങൾ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓണപരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന പാഠഭാഗങ്ങളും അതിൻ്റെ കണ്ടന്റുകളും അതിൻ്റെ ക്വസ്റ്റ്യനുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വെറുതെ അല്ല MS പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ അല്ല MS പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പറയുന്ന 6 ദിവസം തന്നിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇനി MS പറയുന്നത് വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പും ഒരു വാട്സപ്പിന്റെ ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ട്സുകൾ, ഓരോ ലൈവുകളുടെയും നോട്ട്സുകളും സാറുമാരുടെ കണ്ടന്റുകൾ, വീഡിയോസുകളും ഷോർട്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യണം, വാട്സപ്പിന്റെ ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ അല്ലേ? സോ നാളെ രാത്രി 7 മണിക്ക് നമ്മുടെ MS സൊല്യൂഷൻസിന്റെ ഈ SSLC യൂട്യൂബ് ചാനലിൽ നബുഹാൻ സാറിന്റെ ബയോളജിയുമായിട്ട് നബുഹാൻ സാർ വരും. ഫുൾ ചാപ്റ്റേഴ്സ് റിവിഷൻ, ഓണപരീക്ഷയുടെ പാഠഭാഗങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിപ്പിച്ചിരിക്കും. ദേ പോയി, ദാ വന്നു. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.